കുട്ടികളിൽ ശരിക്കും ഷുഗർ കൺട്രോളിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളിൽ നമ്മൾ ചിലപ്പം കരയാതിരിക്കാനോ വേറെ ഏതെങ്കിലും ഇതിൽ സാഹചര്യത്തിൽ കുറേ മിഠായിയോ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ശരിക്കും അക്കോർഡിംഗ് ടു WHO ആൻഡ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആഡഡ് ഷുഗേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2 to 18 ആ ഒരു ഏജ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 6 ടീസ്പൂൺ അതായത് 25 grams ഓഫ് ഷുഗർ ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ എക്സസ് ആയിട്ട് ഇങ്ങനെ ആഡഡ് ഷുഗേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണുന്നത് പാക്കറ്റ് ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസിലാണ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ കാലറിയാണ് കയറുന്നത്. പ്രത്യേകിച്ച് ന്യൂട്രീഷൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒന്നുമില്ല അതിൽ. പിന്നെ വെയിറ്റ് ഗെയിൻ ആയിരിക്കും വരിക. കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ, ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ ചാൻസ്, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷുഗർ ക്രേവിങ്സ് ഒക്കെ ചെറുതിലേ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതാവുമ്പോഴും അവരുടെ വലുതാവുന്ന സ്റ്റേജസിലും കുട്ടികൾക്ക് അത് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് കൂടുതലും ഫ്രൂട്ട്സും അങ്ങനത്തെ ഹോൾ ഫ്രൂട്ടൊക്കെ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഫ്രൂട്ട്സ്, ഡേറ്റ്സ് അങ്ങനത്തെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രേവിങ്സ് ഒക്കെ അപ്പോഴേ നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരാൻ പറ്റും. ചില പിള്ളേർ വാശി പിടിക്കും കടയിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടെ ബെറ്റർ ഹെൽത്തി ആയിട്ടുള്ള. അതുപോലെ തന്നെ പേരൻസ് ആണെന്നുണ്ടെങ്കിലും പാക്കറ്റ് ഐറ്റംസ് മേടിക്കുന്ന സമയത്ത് അതിന് ന്യൂട്രീഷൻ ലേബലൊക്കെ ഒന്ന് റീഡ് ചെയ്യാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഹൗ മച്ച് ആഡഡ് ഷുഗേഴ്സ് അതിലുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനത്തെ ഉള്ള കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് മേടിച്ചു കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത് നല്ലതായിരിക്കും.